ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് 111 ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് തേർഡ് പാർട്ടി റീഡിംഗ് ആണ്. നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ് എന്നുള്ളത് നോക്കാം. അവർക്കിപ്പോൾ തേർഡ് പാർട്ടിയുമായിട്ടുള്ള ഒരു ബന്ധത്തിന്റെ കാര്യത്തിലുള്ള ഒരു ഇന്റൻഷൻ, ഉദ്ദേശവും കാര്യങ്ങളൊക്കെ ഏത് രീതിയിലാണ്, അതുപോലെ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ടോ, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളും കൂടെ എടുക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകില്ല. റെസനേറ്റ് ആകുന്നവർ ഞാനിതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതുമാണ്. അതുപോലെ നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നതാണ് എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇത് ക്ലെയിം ചെയ്യുക. റെസനേറ്റ് ചെയ്യാത്ത കാര്യങ്ങൾ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിക്കാതിരിക്കുക. അപ്പോൾ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജനറൽസ് റീഡിംഗ് ആണ്. എപ്പോഴാണ് ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്ത് തുടങ്ങുന്നതായിരിക്കും. വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാം. അതിലൂടെ നല്ല ഒരു ക്ലാരിറ്റിയും നല്ല ഒരു ഗൈഡൻസും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നിങ്ങളുടെ പേഴ്സണെ നന്നായിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് ഓർക്കുക. നിങ്ങളെക്കുറിച്ചാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചാണെന്നുണ്ടെങ്കിലും പോസിറ്റീവ് തോട്ട്സ് മാത്രം മൈൻഡിൽ കൊണ്ടുവരിക. നെഗറ്റിവിറ്റി കാര്യങ്ങളൊന്നും തന്നെ കണക്ട് ചെയ്യാതിരിക്കുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. പ്ലേഫുൾനെസ്, പോസിബിലിറ്റീസ്, ട്രസ്റ്റ്, നോ തിങ്ക്നെസ്, going with the flow, healing, courage, guilt, awareness, change, compromise, mind, beyond illusion, integration, silence, creativity, maturity, experiencing. ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് ഗൈഡൻസ് ആണ്. ഇതാണ് ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു സ്പ്രെഡിൽ നിങ്ങളുടെ പേഴ്സന്റെ മനസ്സും തേർഡ് പാർട്ടിയുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലുള്ള ഒരു അവസ്ഥ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങളുടെ വ്യക്തി പല രീതിക്ക് ഒരു കോംപ്രമൈസിന് വേണ്ടിയിട്ട് തയ്യാറാകുന്നുണ്ട്. കോംപ്രമൈസിന് വേണ്ടിയിട്ട് തേർഡ് പാർട്ടിയുമായിട്ട് തയ്യാറാവുക എന്ന് പറയുമ്പോൾ അത്ര സ്മൂത്ത് ആയിട്ട് പോകുന്ന ഒരു ജേർണി അല്ല റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ കാണിക്കുന്നത്. ഇവർ തമ്മിൽ ഒരു വഴക്കുകളോ പ്രശ്നങ്ങളോ ഇവിടെ ഗിൽറ്റ് ഫീൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് നിങ്ങളുടെ പേഴ്സൺ മൈൻഡ് ഒക്കെ കംപ്ലീറ്റ്ലി ഒരു നെഗറ്റിവിറ്റി സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. ഇവിടെ നോ തിക്നെസ് വന്നിട്ടുണ്ട്, ട്രസ്റ്റ് വന്നിട്ടുണ്ട്, ട്രസ്റ്റ് ബ്രേക്ക് ആണ് കാണിച്ചിരിക്കുന്നത്. വിശ്വാസം നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ഒരു അവസ്ഥ. എല്ലാ രീതിക്കും എങ്ങനെയെങ്കിലും മുന്നോട്ടേക്ക് പോകട്ടെ എന്നുള്ള രീതിക്ക് മുന്നോട്ടേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ഒരു ചേഞ്ച് നിങ്ങളുടെ പേഴ്സൺ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു നിമിഷമായിട്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ കാണിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ വ്യക്തിയുടെ ഒരു എനർജി ആയിട്ട് നിങ്ങൾക്ക് ഇതിനെ കണക്ട് ചെയ്യാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ മുന്നോട്ടേക്ക് പോകുമ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു സ്പ്രെഡിൽ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ സാറ്റിസ്ഫൈഡ് ആയിട്ടല്ല നിൽക്കുന്നത്. അവരൊട്ടും ഓക്കെ അല്ലാത്തൊരവസ്ഥയാണ്. ഒരു ഓക്കെ എന്നുള്ള രീതിക്ക് മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. പക്ഷേ അവിടെ ഒരു സന്തോഷം ലഭിക്കുന്നില്ല. പ്ലേഫുൾനെസ് എന്ന് പറയുമ്പോഴേക്കും മറ്റാരുടെയോ ഇഷ്ടം അനുസരിച്ച് ഒരു കോമാളിയെ പോലെ തുള്ളുന്ന ഒരു അവസ്ഥയാണ്. അതായത് നിങ്ങളുടെ വ്യക്തിക്ക് വലിയ കാര്യമായിട്ടുള്ള ഒരു വാക്കുകൾക്ക് ഒരു വിലയില്ലാത്ത സ്ഥലത്താണ് നിൽക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ എല്ലാ രീതിക്കും അവരുടേതായ ഒരു കാഴ്ചപ്പാടുകൾ, അവരായിരിക്കാം ചിലപ്പോൾ കൂടുതലായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എല്ലാ കാര്യങ്ങൾക്കും ഗൈഡൻസ് ആണെന്നുണ്ടെങ്കിലും ഒരു ആക്ഷൻ എടുക്കുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും പ്രത്യേകമായിട്ട് ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇവർ എങ്ങോട്ടാണോ നിങ്ങളെ വേദനിപ്പിച്ച് പോയിരിക്കുന്നത് ആ ഒരു സിറ്റുവേഷനിൽ ഇവരെക്കാൾ കൂടുതൽ പ്രാധാന്യം അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുന്നത് ഈ ഒരു തേർഡ് പാർട്ടിയാണ്. അതായത് ഒരു ബോസിങ് ക്യാരക്ടർ ഉള്ള ഒരു പേഴ്സൺ ആയിരിക്കാം ചിലപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിൽക്കുന്ന ആ ഒരു വ്യക്തി. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ നിങ്ങളുടെ പേഴ്സൺ അവർ പറയുന്നതനുസരിച്ച് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും, ഇങ്ങോട്ട് ചാടുമെന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് ചാടുന്നു, അല്ലെങ്കിൽ അങ്ങോട്ട് ചാടുമെന്ന് പറയുമ്പോൾ അങ്ങോട്ട് ചാടുന്നു. അതാണ് അവരുടെ ഒരു അവസ്ഥ. എങ്കിലും മാക്സിമം നിങ്ങളുടെ വ്യക്തി ഈ ഒരു സ്ഥലത്ത് കോംപ്രമൈസിന് ശ്രമിക്കുന്നുണ്ട്. കറേജ് എന്ന് പറയുമ്പോൾ എങ്ങനെയെങ്കിലൊക്കെ അവിടെ ഒന്ന്
സെറ്റ് ആക്കാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു പ്രശ്നങ്ങളെയൊക്കെ ഒന്ന് പരിഹരിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവർ എത്രയൊക്കെ ശ്രമിച്ചിട്ടും ചിലപ്പോൾ അവർക്ക് അവിടെ ഒന്ന് കഴിയുന്നില്ല എന്നുള്ളൊരു അവസ്ഥയാണ്. മൈൻഡ് ഒക്കെ കംപ്ലീറ്റ്ലി ബ്ലോക്ക് ആയിട്ട് കാണുന്നുണ്ട്. എല്ലാ രീതിക്കും ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഒരു ചേഞ്ച് ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ ഒരു ഗൈഡൻസ് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് ഈ ഒരു വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും ഒരു മാറ്റം ആഗ്രഹിച്ചിട്ട് അല്ലെങ്കിൽ അതിനകത്തൊരു ഗൈഡൻസ് ലഭിക്കുമോ, താൻ എന്താണ് ഇനി ചെയ്യേണ്ടത് എന്നുള്ളൊരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇവരുടെ ചിന്തകളൊക്കെ എല്ലാ രീതിക്കും നിങ്ങളുടെ ഓർമ്മകളിലേക്ക് ഈ ഒരു സമയത്ത് കടന്നു വന്നിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കാരണം ഇവിടെ ഒരു ക്രിയേറ്റിവിറ്റി എനർജി കിട്ടിയിരിക്കുന്നതുകൊണ്ട് ഇവർ ഏത് സിറ്റുവേഷനിലാണോ ഇരിക്കുന്നത് ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങളെ ഇവർ ഇമാജിൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ ഈ ഒരു പേഴ്സൺ വളരെ സ്ട്രോങ് ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അവർക്ക് ഈ ഒരു സമയത്താണ് നിങ്ങളുടെ ഓർമ്മകൾ കയറി വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ വില നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കുന്ന ഒരു നിമിഷങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അവർ ഫേസ് ചെയ്യുന്നത് കൊണ്ടിട്ട് അവർക്കൊരു സപ്പോർട്ട് വേണമെന്നാണ് അവർ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ഒരു പ്രസൻസ് വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു അവസ്ഥയിലാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഇമാജിൻ ചെയ്യുന്നത് പോലും. ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ പേഴ്സൺ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണിത്. ഇവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ഭയങ്കരമായൊരു ഒട്ടും ക്ഷമയില്ലാത്ത ഒരു വ്യക്തികളായിരിക്കാം ചിലപ്പോൾ. എന്തെങ്കിലും ചെയ്യണമെന്ന് തീരുമാനിച്ചാൽ അപ്പം തന്നെ ചെയ്യണം, വേണ്ടെന്ന് വെക്കാൻ തീരുമാനിച്ചാൽ അപ്പം തന്നെ വെക്കണം. അങ്ങനെയൊക്കെ ഒരു മെന്റാലിറ്റി ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ആ ഒരു ക്ഷമയും കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. നിശബ്ദമായിട്ട് എല്ലാ കാര്യങ്ങളെയും നോക്കി കാണാനും വിലയിരുത്താനും അല്ലെങ്കിൽ അവർക്കൊരു പുതിയ ഉണർവ് കൈവന്നിരിക്കുന്നു. ഇവിടെ ഒരു ഐസൊലേഷൻ പീരീഡ് തന്നെയാണ് വന്നിരിക്കുന്നത്. എല്ലാ രീതിയിലും നിങ്ങളുടെ വ്യക്തി ഒരു ഫ്രീസ് ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ. അവരുടെ ഇമോഷൻസ്, അതിപ്പോ അവരുടെ ഒരു വേദനകൾ ആയിക്കൊള്ളട്ടെ, സങ്കടങ്ങള്, വിഷമങ്ങള്, സന്തോഷങ്ങൾ, എന്ത് ഫീലിങ്സ് ആണെന്നുണ്ടെങ്കിലും അതൊന്നും പുറത്തേക്ക് വരുന്നില്ല. അവർ ആകപ്പാടെ ഫ്രീസ് ആയിട്ടിരിക്കുകയാണ്. കാരണം അവർ അത്രയും വിശ്വസിച്ചിട്ടൊക്കെ ആയിരിക്കാം ഈ ഒരു തേർഡ് പാർട്ടിയിലേക്ക് പോയത്. അപ്പൊ നിങ്ങളെ അത്രയും വേദനിപ്പിച്ചിട്ട് അവരുടെ സ്വാർത്ഥമായ സന്തോഷങ്ങൾക്ക് വേണ്ടി അവർ എങ്ങോട്ടാണോ പോയത് ആ ഒരു സ്ഥലത്ത് നിന്നും അവർക്ക് അവർ പ്രതീക്ഷിച്ച രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നില്ല. അവർ ആഗ്രഹിച്ച രീതിയിലോ പ്രതീക്ഷിച്ച രീതിയിലോ ഒന്നും അല്ല അവർക്ക് അവിടെ ട്രീറ്റ് ചെയ്യാനായിട്ട് ലഭിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ അത്രയും വിശ്വസിച്ച് പോയ സ്ഥലത്ത് നിന്ന് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു സ്നേഹമല്ല എന്നുള്ളൊരു തിരിച്ചറിവ് വരുമ്പോൾ ഏതൊരു മനുഷ്യനാണെന്നുണ്ടെങ്കിലും stuck ആയി പോകും. അത് തന്നെയാണ് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ. അവർ completely ഒരു isolation അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഒരുപാട് regret ചെയ്യുന്നുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് mind ഒക്കെ completely lock ആയി ഒരു negativity കാര്യങ്ങളെല്ലാം നിറഞ്ഞ് എപ്പോ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാം എന്നുള്ള ഒരു അവസ്ഥയിലാണ്. break through വന്നിരിക്കുന്നതുകൊണ്ട് അവർ അവരെ തന്നെ completely അവിടെ നിന്നും ഓടി ഒളിക്കണം എന്നുള്ളൊരു mind ആണ്. അല്ലെങ്കിൽ അത്രയും okay അല്ലാതെ നിൽക്കുന്നത് കൊണ്ടിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് മാറിപ്പോരണം എന്നുള്ളൊരു situation ലാണ് നിൽക്കുന്നത്. പക്ഷെ അവർക്കൊരു guidance ലഭിച്ചിട്ടില്ല. guidance ലഭിക്കുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം എപ്പോ വേണമെങ്കിലും അവിടെ നിന്ന് ഓടി പോരാലോ, ആരെങ്കിലും അവിടെ പിടിച്ചു വെച്ചിട്ടുണ്ടോ എന്നുള്ള രീതിക്ക്. അങ്ങനെയല്ല. ഈ ഒരു വ്യക്തിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവരൊരു പെട്ട് നിൽക്കുന്ന അവസ്ഥയാണ്. ബന്ധിച്ചു നിൽക്കുന്ന ഒരു situation ആണ്. ചിലപ്പോൾ ഇവർക്ക് എന്തെങ്കിലും രീതിയിലുള്ള financial connections ഓ കാര്യങ്ങളോ ഉണ്ടായിരിക്കാം. സാമ്പത്തികപരമായിട്ടുള്ള ഇടപാടുകളോ ചിലപ്പോൾ തേർഡ് പാർട്ടിയിൽ നിന്ന് ഇവർ വാങ്ങിയിട്ടുണ്ടായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇവരിൽ നിന്ന് തേർഡ് പാർട്ടി വാങ്ങിയിട്ടുണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെ എന്തോ ഒരു ലോക്ക് ഇവിടെ കിടക്കുന്നുണ്ട്. പെട്ടെന്ന് അങ്ങോട്ട് ഓടി പോരുക എന്നുള്ള ഒരു രീതിയല്ല ഈ ഒരു നമുക്ക് സ്പ്രെഡിൽ വന്നിരിക്കുന്നത്. ഒട്ടും മാറ്റി നിർത്താൻ പറ്റാത്ത ചില സിറ്റുവേഷൻസ് കൊണ്ടിട്ട് അതിനകത്ത് അകപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ നിൽക്കുന്നത്. എങ്കിൽ പോലും അവിടെ നിന്നും മാറി പോരാനായിട്ടുള്ള ആ ഒരു സോഴ്സ് അതെന്താണ് എന്നുള്ളത് ഇവർ ചിന്തിക്കുന്നുണ്ട്. കാരണം ഇവർ ഇവിടെ നിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിക്ക് ഇവരൊരു ഔട്ട്സൈഡർ ആണ്. അതായത് തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഇവരിപ്പോ പുറത്തുനിന്ന് വന്നിരിക്കുന്ന ആരോ ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അവർക്കൊരു റോൾ ഇല്ല ഈ ഒരു റിലേഷൻഷിപ്പിൽ. ആ ഒരു തേർഡ് പാർട്ടി പറയുന്നത് അനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതല്ലാതെ ഒരു മനസ്സന്തോഷം ഒന്നും അവിടെ ലഭിക്കുന്നില്ല. ഒരു ഹാപ്പിനെസ്, ഒരു സമാധാനം അതൊന്നുമില്ല. മറ്റൊരാൾ പറയുന്നത് അനുസരിച്ച് കേട്ട് പ്രവർത്തിച്ച് വേണമെങ്കിൽ സന്തോഷിക്കാം എന്നുള്ളൊരു രീതിയിലാണ്. അപ്പൊ ഇവർക്ക് തന്നെ സ്വയം തോന്നി തുടങ്ങി ഇതൊരു ഭാരമാണ് എന്നുള്ളത്. ആ ഒരു ഭാരമാണ് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഏറ്റവും നല്ലൊരു ഗൈഡൻസ് ലഭിച്ച് അല്ലെങ്കിൽ അതിനകത്തൊരു സോഴ്സ് ഒരു കണ്ടുപിടിച്ചതിന് ശേഷം അതിനുള്ള ഒരു പോസിബിലിറ്റീസ് അറിഞ്ഞതിന് ശേഷം എത്രയും വേഗം ഒരു ട്രാൻസ്ഫർമേഷൻ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇവരിപ്പോൾ തീർത്തും ഒറ്റപ്പെട്ട് തന്നെയാണ് നിൽക്കുന്നത്. സോറോ എനർജി എന്ന് പറയുമ്പോഴേക്കും തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണ് ചിലപ്പോൾ അവർ നിൽക്കുന്നുണ്ടായിരിക്കുക. ഇവരുടെ കൂടെ ഇപ്പോഴും തേർഡ് പാർട്ടി ഉണ്ടായിരിക്കാം, പക്ഷേ തികച്ചും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. ചിലപ്പോൾ ഇവർ പുറമേ ഒന്നും അത് കാണിക്കുന്നുണ്ടാവില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ അവർ കാണിക്കുന്നത് എല്ലാ രീതിക്കും തന്നെ okay ആണ് എന്നുള്ള രീതിക്കാണെങ്കിൽ പോലും ഇവർ അനുഭവിക്കുന്ന ഒരു പെയിൻ ഇവർ ആരെയും അറിയിക്കാതെ ഒരുപാട് സപ്രസ് ചെയ്യുന്നുണ്ട്. തന്റെ ഉള്ളിലേക്ക് തന്നെ എല്ലാ രീതിക്കും വെച്ചിട്ട് എങ്ങനെയെങ്കിലും മുന്നോട്ടേക്ക് പോവുക. അതാണ് ആ ഒരു going with the flow വന്നിരിക്കുന്നത്. ഒഴുക്കിനനുസരിച്ച് അങ്ങനെ നീന്തിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിലും ഈ ഒരു ഒറ്റപ്പെടുന്ന അവസ്ഥയിൽ അവർ സ്വയം അവരെ heal ചെയ്യിക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ വാക്ക് കേട്ടിട്ട് conditioning എന്ന് പറയുമ്പോൾ
മറ്റൊരാൾ പറയുന്ന അനുസരിച്ച് ആ ഒരു കണ്ടീഷൻസ് കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ടാണ് മുന്നോട്ടേക്ക് പോകുന്നത്. അപ്രതീക്ഷിതമായിട്ടാണ് ഇവർക്ക് ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഇങ്ങനെ കുറച്ചധികം തിരിച്ചറിവുകൾ വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ മനസ്സിലാക്കിയിരിക്കുന്നത് ഇവര്. ആദ്യ സമയത്തൊന്നും ഈ ഒരു കാര്യം ഇവർക്ക് മനസ്സിലായിട്ടില്ല. ആദ്യം ഇവര് തേർഡ് പാർട്ടി പറയുന്ന അനുസരിച്ചൊക്കെ തന്നെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നതെങ്കിലും അന്നേരം അവർ ആ ഒരു സന്തോഷം കൊണ്ടിട്ട്, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ, ഒരു ഇല്യൂഷൻ, അല്ലാന്നുണ്ടെങ്കിൽ ഇവരൊരു ഇമാജിനറി വേൾഡിലേക്ക് ആയി പോയിട്ടുണ്ട്. ഒരു അഡിക്ഷനിലേക്ക് പോയിട്ടുണ്ട് ഈ ഒരു തേർഡ് പാർട്ടിയിലേക്ക്. അതുകൊണ്ട് തന്നെ ആദ്യ സമയത്തൊന്നും ഇവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല ആ ഒരു തേർഡ് പാർട്ടിയുടെ കയ്യിൽ ഒരു കളിപ്പാവ് പോലെയാണ് താൻ ആടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. എന്നാൽ മുന്നോട്ടേക്ക് പോകവെയാണ് അവർക്ക് മനസ്സിലായത് അവർക്ക് ആ ഒരു റിലേഷൻഷിപ്പിൽ വലിയ റോളോ കാര്യങ്ങളോ ഒന്നും ഇല്ല, അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി പറയുന്ന അനുസരിച്ചാണ് മുന്നോട്ടേക്ക് പോകേണ്ടത്, എന്നാൽ സന്തോഷവും കാര്യങ്ങളൊക്കെ ലഭിക്കും. അങ്ങനെ നിൽക്കാൻ നിങ്ങളുടെ പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ മനസ്സുകൊണ്ട് ഒട്ടും ഓക്കെ അല്ല. കുറച്ചൊക്കെ അവർ നിന്നെങ്കിലും ഇപ്പൊ അവർ ഓക്കെ അല്ല. നിങ്ങളുടെ വ്യക്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവർ അങ്ങനെ മറ്റുള്ള ആൾ പറയുന്നത് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു രീതിയല്ല ഇവരുടേത്. ഇപ്പൊ ഇവരുടെ കാഴ്ചപ്പാടുകൾക്കെല്ലാം എന്തായാലും നല്ല രീതിക്ക് ഒരു വ്യത്യസ്തമായ രീതിക്ക് വന്നിട്ടുണ്ട്. തലയൊക്കെ ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അഡിക്ഷൻസ് ഒക്കെ കുറച്ച് കെട്ടടങ്ങി തുടങ്ങിയിരിക്കുന്നു. ഈഗോ കുറച്ച് കെട്ടടങ്ങി പോയിരിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു അഹംഭാവം, അഹങ്കാരം, അതിന്റെ ശിഖരങ്ങളെല്ലാം അടർന്നു വീണുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അതുകൊണ്ട് തന്നെയാണ് സ്വയം ഒരു ട്രാൻസ്ഫർമേഷൻ ആഗ്രഹിക്കുന്നത്. ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് എത്രയും വേഗം ലെറ്റ് ഗോ ചെയ്തിട്ട് മൂവ് ഓൺ ചെയ്യണം എന്നുള്ളൊരു മെന്റാലിറ്റി ഇവർക്ക് വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു തേർഡ് പാർട്ടിൽ നിന്ന് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സ് ഈ ഒരു രീതിയിൽ ഈ ഒരു അകൽച്ചയിലേക്ക് വരാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് ഇവരുടെ പെരുമാറ്റം തന്നെയാണ്. ഇവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഈ ഒരു പേഴ്സണെ, നിങ്ങളുടെ വ്യക്തിയെ ചലിപ്പിക്കാൻ നോക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിൽക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടിട്ടും റിയാലിറ്റി എന്താണ് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുന്നത് കൊണ്ടിട്ടുമാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് ഈ ഒരു അകൽച്ചയിലേക്ക് ഇപ്പൊ വന്നു തുടങ്ങിയിരിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ മനസ്സുകൊണ്ട് അവർക്ക് ഒട്ടും താല്പര്യമില്ലാതെയായി തുടങ്ങിയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു പ്രാർത്ഥനയും നിങ്ങളുടെ ആ ഒരു ജെന്യുവിനിറ്റിയും തന്നെയാണ് ഈ ഒരു യൂണിവേഴ്സ് ഏറ്റെടുത്ത് ഈ ഒരു രീതിയിലേക്ക് മാറ്റി തുടങ്ങിയിരിക്കുന്നതെന്ന് പറയാം. പൊളിറ്റിക്സ് വന്നിരിക്കുന്നത് കൊണ്ടിട്ടും സ്ട്രെസ് വന്നിരിക്കുന്നത് കൊണ്ടിട്ടും നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് വളരെ സ്ലോ ആയിട്ടാണ് ഇപ്പോൾ അവിടെ മുന്നോട്ടേക്ക് പോകുന്നത്. ഒറ്റപ്പെട്ട അവസ്ഥയിൽ അതിസാഹസികപരമായിട്ടുള്ള ഒരു യാത്രയിലൂടെ മുന്നോട്ടേക്ക് പോവുകയാണ്. ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്. മറ്റൊരാളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രം പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ, സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതൊക്കെ പറയുമ്പോൾ ആർക്കാണെന്നുണ്ടെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ കുറേ അധികം ബുദ്ധിമുട്ടായിരിക്കും. അത് പ്രത്യേകിച്ച് ഒരു ഈഗോ ഉള്ള വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പറയേണ്ട കാര്യവുമില്ല. അപ്പൊ അതുകൊണ്ട് ഇവര് മറ്റൊരു മുഖം അണിഞ്ഞിട്ട്, ഒരു ചിരിക്കുന്ന മുഖം പുറത്തു വെച്ചിട്ട് ഉള്ളിൽ ഭയങ്കരമായിട്ട് ഒരു ഡിപ്രസ്ഡ് അവസ്ഥയിലൂടെ മുന്നോട്ടേക്ക് പോകുന്ന ഒരു സ്റ്റേജ് ആണിത്. നമുക്ക് ഓരോ സ്പ്രെഡ് ആയിട്ട് തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. ഇവർ അനുഭവിക്കുന്ന ഈ ഒരു പ്രശ്നങ്ങള് കാര്യങ്ങളൊക്കെ വന്നിരുന്നപ്പോൾ ഇനിയെങ്കിലും നിങ്ങളിലേക്ക് ഒരു തിരിച്ചുവരവിന് അവർക്ക് സാധിക്കുമോ, അതിനൊരു പോസിബിലിറ്റി ഉണ്ടോ എന്നുള്ളത് അറിയാൻ അവർ നിങ്ങളെ വാച്ച് ചെയ്യുന്ന ഒരു സമയമായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ കോമൺ ഫ്രണ്ട്സ് വഴിയോ ഇല്ലാന്നുണ്ടെങ്കിൽ ഇവർ ഡയറക്റ്റ് ആയിട്ടോ നിങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. നിങ്ങൾ ഓക്കെ ആണോ, ഇവർ ഇപ്പോഴും ഓർക്കുന്നുണ്ടോ എന്നുള്ള രീതിക്കൊക്കെ. കാരണം ഇവർക്ക് ഈ ഒരു കോമാളി രൂപം അണിഞ്ഞ് മതിയായിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. കാരണം അവർക്ക് അവിടെ ആ ഒരു ട്രസ്റ്റ് എല്ലാം കംപ്ലീറ്റ്ലി നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. വിശ്വാസമൊക്കെ പൂർണ്ണമായിട്ടും തകർന്നു പോയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ. അതുപോലെ ഒന്നും ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ ഒന്നും തന്നെ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ആ ഒരു ഗൈഡൻസ് ആരെങ്കിലും നിന്ന് ലഭിച്ചിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്നത്. സ്പിരിച്വലി ഒക്കെ കണക്ട് ആവുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു ഹീലിംഗ് പ്രോസസ്സിലേക്ക് വന്നിരിക്കുന്നത്. സ്വയം തന്നെ ഹീൽ ആവുക, താൻ ചെയ്തു പോയിരിക്കുന്ന തെറ്റുകള് കാര്യങ്ങള് എല്ലാം ഈ ഒരു പ്രപഞ്ച ശക്തിയോട്, അല്ലെങ്കിൽ അവർ വിശ്വസിക്കുന്ന ആ ഒരു ദൈവിക ശക്തിയോട്, അല്ലെങ്കിൽ അവരുടെ മനസാക്ഷിയോട് തന്നെ അവർ ഏറ്റുപറഞ്ഞ് സ്വയം ഹീൽ ആവുകയാണ്. കാരണം ഒരു മാറ്റം അവർ ആഗ്രഹിക്കുകയാണ്. ഒത്തിരി അവരിവിടെ ട്രൈ ചെയ്തിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. കോംപ്രമൈസിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സൺ എന്തായാലും ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ചാടിക്കേറി തേർഡ് പാർട്ടിയുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് ഓടിപ്പോന്നിരിക്കുകയല്ല ചെയ്തിരിക്കുന്നത്. ഒത്തിരി കോംപ്രമൈസിന് ശ്രമിച്ചിട്ടുണ്ട്. ആ ഒരു അവസ്ഥയിൽ നിന്നും, മുരടിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്നും നല്ല രീതിക്ക് ഇതിനൊന്ന് വളർത്തിയെടുക്കാനും നിങ്ങളുടെ പേഴ്സൺ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ രണ്ടുപേരും ഒരുപോലെ തന്നെ സ്നേഹമാണെന്നുണ്ടെങ്കിലും കെയറിങ് ആണെന്നുണ്ടെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ആണെന്നുണ്ടെങ്കിലും ഏതൊരു റിലേഷൻഷിപ്പിലും അഡ്ജസ്റ്റ്മെന്റും അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ചില കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. എങ്കിൽ മാത്രമാണ് അതിന്റെ ഒരു വിജയം ഉണ്ടാവുകയുള്ളൂ. അപ്പൊ നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്ത് നിന്ന് ഇവർ പരമാവധി ഇവരെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ഒരു വ്യക്തി അങ്ങനെ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകുന്ന ഒരു പേഴ്സൺ അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ അത് മനസ്സിലാക്കിയിരിക്കുന്നത് കൊണ്ടിട്ട് ഇവർ ആ ഒരു കാര്യം നിർത്തി. അവർക്ക് ആ ഒരു പുതിയ ഉണർവ് വന്നു. അവിടെ നിന്നാണ് നിങ്ങളുടെ പേഴ്സൺ ഉണർന്ന് ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. ഇതുവരെ അവരുണ്ടായിരുന്ന ആ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു ഇല്യൂഷൻ അവസ്ഥയിലായിരുന്നു. ഹാപ്പിനെസ് അവര് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യുകയായിരുന്നു.
എന്നാൽ അത് എത്രത്തോളം ഇവർ ശ്രമിച്ചിട്ടും അവർക്ക് ആ ഒരു സന്തോഷമൊന്നും അവിടെ ലഭിക്കുന്നില്ല. ശ്രമിക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. രണ്ടുപേരും ഒരുപോലെ ശ്രമിക്കുമ്പോൾ മാത്രമാണ് അതിന് വിജയം ഉണ്ടാവുക. അപ്പൊ ഇവര് മാത്രമാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഒരു പ്രത്യേക സമയത്തിലേക്ക് എത്തിയപ്പോൾ അവർക്ക് മനസ്സിലായിട്ടുണ്ട്. ആ ഒരു സമയത്താണ് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ അവർക്ക് ആ ഒരു ഉണർവ് വന്നപ്പോൾ, പുതിയൊരു ഉണർവ് അവരിലേക്ക് കൈവന്നപ്പോൾ, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഹേർട്ട് ചക്ര ഓപ്പൺ ആയിരിക്കുന്ന ആ ഒരു ടൈമിലാണ് അവർ നിങ്ങളെ ചിന്തിക്കുന്നതും നിങ്ങൾ ഇത് തന്നെയാണല്ലോ ഇവരുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുന്നതും. കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളാണ് ഏറ്റവും കൂടുതൽ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ സന്തോഷങ്ങൾ പലതും നിങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ട് ഒരുപാട് സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടായിരിക്കാം ഈ ഒരു ബന്ധത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി. അപ്പോഴൊന്നും നിങ്ങളുടെ വ്യക്തി ഒരു സാക്രിഫൈസിനോ കാര്യങ്ങൾക്കോ തയ്യാറല്ല. അവർ അവരുടേതായ ഇഷ്ടം അനുസരിച്ചായിരിക്കാം കൊണ്ടുപോയത്. അപ്പൊ അത്രയും നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് നിലനിർത്താൻ വേണ്ടിയിട്ട് പ്രയത്നിച്ചിട്ടുണ്ടല്ലോ എന്നുള്ളത് ഓർക്കുമ്പോൾ ഈ ഒരു വ്യക്തിയിൽ വരുന്ന ഒരു കുറ്റബോധം അല്ലെങ്കിൽ അവരുടെ ഒരു ഗിൽറ്റ് ഫീൽ, താൻ ഇങ്ങനെയൊക്കെ ആണല്ലോ ചെയ്തിരിക്കുന്നത്, തനിക്ക് ഇത്രയും വലിയൊരു തെറ്റാണല്ലോ പറ്റിയിരിക്കുന്നത് എന്നുള്ളത് ഓർക്കുമ്പോൾ മൈൻഡ് ഒക്കെ കംപ്ലീറ്റ്ലി ഒരു ലോക്ക് ആയിട്ട്, അല്ലെങ്കിൽ ആ ഒരു സ്ട്രെസ്, ആങ്സൈറ്റി, ഓവർ തിങ്കിങ്, അല്ലെങ്കിൽ ആ ഒരു ഡിപ്രസ്ഡ് അവസ്ഥ എല്ലാം കൊണ്ടും ഇവർ ഭയങ്കരമായിട്ട് എനർജി ലോയിലേക്ക് വരുന്നുണ്ട്. കുറ്റബോധം ഇവരെ ഒരു കാർന്ന് തിന്നുന്ന അവസ്ഥയാണെന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുകയാണ്. അപ്പൊ ഇനിയും മുന്നോട്ടേക്ക് ഈ ഒരു ബന്ധമായിട്ട് അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുമായിട്ടുള്ള ബന്ധമായിട്ട് പോകണ്ട. അവിടെ നിന്നും ഒരു ചേഞ്ച് എന്തായാലും വേണം. ഇത്രയും കോംപ്രമൈസ് കാര്യങ്ങൾക്കെല്ലാം ശ്രമിച്ചു, എന്നിട്ടും ഇതവിടെ ഓക്കെ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ഇനി ഇത് മുന്നോട്ടേക്ക് പോകേണ്ട ഒരു റിലേഷൻഷിപ്പ് അല്ല. ഇവിടെ നിന്നും ചേഞ്ച് ചെയ്യേണ്ട അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫർമേഷൻ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ person ഇപ്പോൾ വളരെയധികം silent ആയിട്ട് മാറിയിരിക്കുകയാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ. സൈലന്റ് എന്ന് പറയുമ്പോൾ ആദ്യമൊക്കെ ഇവർ കോംപ്രമൈസിന് ശ്രമിക്കുമ്പോൾ അങ്ങോട്ടേക്ക് വഴക്കുണ്ടാക്കിയിട്ടുണ്ടായിരിക്കാം, സംസാരിച്ചിട്ടുണ്ടായിരിക്കാം, കൺവിൻസ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരിക്കാം തേർഡ് പാർട്ടിയുമായിട്ടുള്ള ബന്ധത്തിൽ. പക്ഷെ ഇവർ ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. കാരണം ഇവർക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ഇപ്പോൾ മെച്യൂരിറ്റി കൈവന്നിട്ടുണ്ട്. അല്ലെങ്കിൽ കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ഇവർ തീരുമാനിക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. ആദ്യം എടുത്തുചാട്ടവും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതിനൊക്കെ ഒരു മാറ്റങ്ങൾ വന്ന് വളരെ പേഷ്യൻസോട് കൂടി അല്ലെങ്കിൽ വളരെ സമാധാനപൂർവ്വം ഈ ഒരു റിലേഷൻഷിപ്പിനെ ഹാൻഡിൽ ചെയ്യുകയാണ്. വളരെ സൈലന്റ് ആയിട്ടിരുന്ന് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കൂടുതലായിട്ട് ഓവറായിട്ട് ചിന്തിക്കുക കാര്യങ്ങളൊന്നും ചെയ്യാതെ കറക്റ്റ് ആയിട്ടുള്ള ഒരു വഴി അല്ലെങ്കിൽ ആ ഒരു സമയം എത്തട്ടെ എന്നുള്ള ഒരു മെന്റാലിറ്റിയാണ്. പോസിബിലിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങളെ സ്പൈ ചെയ്യുക എനർജി മാത്രമല്ല, ഇവിടെ നിന്നും ഈ ഒരു തേർഡ് പാർട്ടിയുമായിട്ടുള്ള ബന്ധത്തിൽ ലോക്കായി നിൽക്കുന്ന അവസ്ഥയാണെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴി നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളെ കുറിച്ചും ചിന്തിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇവർക്ക് വേണ്ടിയിട്ട് ഇപ്പോഴും വെയിറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ഇവരുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്ന നിമിഷത്തിൽ നിങ്ങളിൽ നിന്നൊരു ഗൈഡൻസ് സ്വീകരിച്ചതിന് ശേഷം അല്ലെങ്കിൽ നിങ്ങളോടൊന്ന് സംസാരിച്ചതിന് ശേഷം വളരെ സ്ട്രോങ് ആയിട്ട് ഒരു ഡിസിഷൻ എടുക്കാം എന്നുള്ളൊരു മെന്റാലിറ്റി ചില വ്യക്തികളിൽ കാണിക്കുന്നുണ്ട്. ഒത്തിരി കാര്യങ്ങൾ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തേർഡ് പാർട്ടി ബന്ധമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എക്സ്പീരിയൻസ് ചെയ്തിരിക്കുന്നു. എക്സ്പീരിയൻസിംഗ് എന്ന് പറയുമ്പോഴേക്കും ജീവിതം എന്താണ് എന്നുള്ളത് നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. സ്വന്തം എടുത്തുചാട്ടം കൊണ്ട് വരുത്തി വെച്ചിരിക്കുന്ന പ്രശ്നങ്ങൾ ആയതുകൊണ്ട് തന്നെ അതിന്റെ കാഠിന്യം നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. എല്ലാ രീതിയിലും കാഴ്ചപ്പാടുകൾക്കൊക്കെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള എനർജി നിങ്ങളുടെ പേഴ്സണിൽ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അവർ ഈ ഒരു സമയം നിങ്ങളെക്കുറിച്ച് ഒരുപാട് ഓർക്കുന്നുണ്ട്, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ആ ഒരു ഫ്ലവറിങ്, ആ ഒരു വസന്തകാലം അത് തിരിച്ചു കൊണ്ടുവരണമെന്ന് ഇവരായിട്ട് തന്നെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. കാരണം ഇവരുടെ മനസ്സ് മുഴുവനും ആ ഒരു പാസ്റ്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. സ്വന്തം മനസാക്ഷിക്ക് അനുസരിച്ച് അല്ലെങ്കിൽ സ്വന്തം ഇന്നർ വോയിസ് പറയുന്നത് അനുസരിച്ച് തന്നെ പ്രവർത്തിക്കണം. ഈ ഒരു സിറ്റുവേഷനെ എത്രയും വേഗം ഒന്ന് ഫൈറ്റ് ചെയ്തിട്ടാണെങ്കിൽ പോലും പൂർണ്ണമായിട്ടും ലെറ്റ് ഗോ ചെയ്തതിന് ശേഷം നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്തണം. അവരിപ്പോൾ നിങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവരുടെ മനസ്സ് എല്ലാ രീതിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓപ്പൺ ആയി കഴിഞ്ഞു. അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹം സ്വീകരിക്കാനായിട്ടും അവരുടെ സ്നേഹം നിങ്ങൾക്ക് നൽകാനായിട്ടുള്ള ഒരു മെന്റാലിറ്റിയിലാണ് ഇവരിപ്പോൾ നിൽക്കുന്നത്. അപ്പൊ ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥകൾ നോക്കുമ്പോൾ നമുക്കിവിടെ കാണുന്നത്. അതുപോലെ നിങ്ങളുടെ വ്യക്തിക്ക് തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലുള്ള ഇന്റൻഷൻ, ഉദ്ദേശം എന്താണ് എന്നുള്ളത് നോക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് ചേഞ്ച് ആവാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ചേഞ്ച് ആവുക എന്ന് പറയുമ്പോൾ ഇപ്പൊ ഇവർ ആ ഒരു ഗോയിങ് വിത്ത് ദ ഫ്ലോ എന്നുള്ള മൈൻഡിലാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ പോലും അതിനുള്ള പോസിബിലിറ്റീസ് ഇവർ നോക്കുന്നുണ്ട്. അവിടെ നിന്നും എത്രയും പെട്ടെന്ന് ലെറ്റ് ഗോ ചെയ്ത് മൂവ് ഓൺ ആവാനായിട്ടുള്ള ഒരു മെന്റാലിറ്റി, നിങ്ങളിലേക്കുള്ള ഒരു കടന്നുവരവ് ആ ഒരു അവസ്ഥയിൽ തന്നെയാണ് നിൽക്കുന്നത്. ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിൽ നിങ്ങളോടുള്ള ഒരു ഫീലിങ്സ് കൂടെ നമുക്ക് നോക്കാം.
3 കാർഡ് വന്നിട്ടുണ്ട്. റൈറ്റ് പാത്ത്, എലോൺ ടൈം, സീക്രട്സ്, ടുഗദർ, റിലാക്സ്, ബാഗേജ്, ക്ലോഷർ, റൊമാൻസ്, ട്രസ്റ്റ്. ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് സെലിബ്രേറ്റ് ആണ്. അപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിൽ നിങ്ങളോട് അവർ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അവർ സീക്രട്ട് ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ നിങ്ങളെ അറിയിക്കാതെ ചിലപ്പോൾ നിങ്ങളെ ബ്ലെയിം ചെയ്തിട്ടുണ്ടായിരിക്കാം. ഇവർ ചെയ്ത തെറ്റുകളെല്ലാം നിങ്ങളുടെ ആ ഒരു കണക്ഷൻ വിട്ടുപോകുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഇപ്പൊ നോ കോൺടാക്ട് സിറ്റുവേഷനിലോ ബ്രേക്കപ്പ് സിറ്റുവേഷനിലേക്ക് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുന്ന ഹിഡൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു സമയത്ത് അവർ നിങ്ങളിലേക്ക് തന്നെ ഓപ്പൺ ആയിട്ട് പറയണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ക്ലോഷർ എന്ന് പറയുമ്പോൾ എല്ലാ രീതിക്കും അവർ ആ ഒരു ഇമോഷൻസ് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ഇതുവരെ അവരുടെ മനസ്സ് പൂർണ്ണമായിട്ടും അവർ നിങ്ങൾക്ക് മുന്നിൽ ഓപ്പൺ ചെയ്യാനായിട്ട് തയ്യാറെടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഈ ഒരു സമയത്ത് മനസ്സുകൊണ്ട് അവരത് ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും നിങ്ങളോട് തുറന്നു പറയണം. അതിപ്പോ നിങ്ങൾ എങ്ങനെ എടുത്തു എന്ന് പറഞ്ഞാലും അവരുടെ മനസ്സിന് അവർക്കൊരു റിലാക്സേഷൻ വേണം, അല്ലെങ്കിൽ അവർക്കൊരു സമാധാനം ലഭിക്കണം. ആ ഒരു സമാധാനം അല്ലെങ്കിൽ ആ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അവസ്ഥയിലേക്ക് അവർ എത്തിച്ചേരണം എന്നുണ്ടെങ്കിൽ അവർ നിങ്ങളോട് ചെയ്തിരിക്കുന്ന മറച്ചു വെച്ചിരിക്കുന്ന എല്ലാവിധ കാര്യങ്ങളും നിങ്ങളിലേക്ക് തുറന്നു തന്നെ പറയണം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തി മനസ്സുകൊണ്ട് ഇപ്പോൾ അതിനെ ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് തന്നെ അറിയാം നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഇതാണ് റൈറ്റ് ആയിട്ടുള്ള ഒരു പാത്ത്. അതായത് അവരിപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്ന അല്ലെങ്കിൽ അവർ മനസ്സുകൊണ്ട് വിചാരിക്കുന്ന നിങ്ങളിലേക്ക് വരണം എന്നാണ്. അപ്പൊ അത് തന്നെയാണ് റൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അത് എത്രയും വേഗം ചെയ്യണം. കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് മുന്നോട്ടേക്ക് പോയ ഒരു ജേർണി ആണ്. അവരുടെ മിസ്റ്റേക്ക് കൊണ്ടിട്ടാണ് ഈ റിലേഷൻഷിപ്പിൽ ഇത്രത്തോളം പ്രശ്നങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ ഒറ്റപ്പെട്ടും പോയത്, അവരുടെ ലൈഫിൽ ഇത്രയും പ്രശ്നങ്ങൾ വന്നത്. അപ്പൊ ഇനിയും അതിനൊരു സാഹചര്യം ഒരുക്കാതെ ഈ ഒരു എലോൺ ടൈം എന്ന് പറയുമ്പോൾ അവരിപ്പോ ഈ ഒരു ഒറ്റപ്പെട്ടിരിക്കുന്ന സമയത്ത് ആരൊക്കെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാലും നിങ്ങളുടെ ഓർമ്മകളിലാണ്. അപ്പൊ നിങ്ങളുടെ ആ ഒരു ലൈഫ് തിരഞ്ഞെടുത്ത് അതൊരു റൈറ്റ് പാത്ത് ആണ് എന്നുള്ളത് മനസ്സിലാക്കി നിങ്ങളിലേക്ക് വരാനും ആ ഒരു സീക്രട്ട് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ടും നിങ്ങളിലേക്ക് ഓപ്പൺ ചെയ്ത് പറയുക. അതിനുശേഷം നിങ്ങളുടെ ലൈഫിൽ വളരെ റിലാക്സ് ആയിട്ട് ഒരു ന്യൂ ബിഗിനിങ് സ്റ്റാർട്ട് ചെയ്യുക. ഇവിടെ ബാഗേജ് എന്ന് പറയുമ്പോൾ ആ ഒരു ദുഃഖഭാരമാണ്, അല്ലെങ്കിൽ അവർ ചുമന്നുകൊണ്ട് നടക്കുന്ന ഒരു ഇമോഷൻസ് ആണ്. ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലുള്ള ആ ഒരു ഇമോഷൻസ് എല്ലാ രീതിയിലും ഇറക്കി വെക്കണം. ഇനിയും ഈ ഒരു ഭാരം ചുമന്ന് മതിയായി, ഇനിയെങ്കിലും ഇതിനകത്തൊരു ട്രാൻസ്ഫർമേഷൻ വേണം. എത്ര നാളെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ മുന്നോട്ടേക്ക് പോകുന്നത് എന്നുള്ളൊരു മെന്റാലിറ്റി ആണ്. ഇവിടെ റൊമാൻസ് വന്നിട്ടുണ്ട്, അതുപോലെ ട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിലും ടുഗദർ ആണെന്നുണ്ടെങ്കിലും റീയൂണിയൻ ആണ് അല്ലെങ്കിൽ റീകൺസിലേഷൻ ആണ്. നിങ്ങളിലേക്ക് വളരെ സർപ്രൈസ് ആയിട്ട് കടന്നു വരാനും നിങ്ങളുടെ പ്രണയം അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു റൊമാൻസ് എല്ലാ രീതിക്കും ഏറ്റുവാങ്ങാനും അതുപോലെ അവർ ഇതുവരെ നിങ്ങളിലേക്ക് പ്രകടിപ്പിക്കാതിരുന്ന ഇമോഷൻസ് റൊമാൻസ് എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അതെല്ലാം പൂർണ്ണമായിട്ടും നിങ്ങളിലേക്ക് നൽകാനും അവർ ആഗ്രഹിക്കുകയാണ്. ടുഗദർ എന്ന് പറയുമ്പോൾ വീണ്ടും നിങ്ങളുമായിട്ടുള്ള ഒരു കൂടിച്ചേരലുകൾ. ആ ഒരു കൂടിച്ചേരൽ എന്ന് പറയുമ്പോൾ ഒരു കമ്മിറ്റ്മെന്റ് ആഗ്രഹിക്കുന്നുണ്ട് ഇവര്. ചിലപ്പോൾ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് നിൽക്കുന്നവരായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ ഒന്നിച്ച് മുന്നോട്ടേക്ക് ജീവിക്കണം എന്ന് ആഗ്രഹിച്ചവരായിരിക്കാം. അപ്പൊ മുന്നോട്ടേക്ക് ആ ഒരു ലോങ് ടേം ആയിട്ടുള്ള ജേർണി തന്നെയാണ് ഇപ്പൊ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത്. വളരെയധികം വിശ്വാസത്തോടു കൂടി ആ ഒരു ട്രസ്റ്റ് അവർക്ക് വന്നിട്ടുണ്ട്. എല്ലാ രീതിക്കും നിങ്ങളുടെ ആ ഒരു സ്നേഹം അവർ ഏറ്റുവാങ്ങാൻ തയ്യാറാണ്. അതിന് അവർക്ക് സാധിക്കും. അല്ലെങ്കിൽ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഇവരുടെ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം ഏറ്റുവാങ്ങാൻ നിങ്ങൾ എന്തുകൊണ്ട് ഡിസേർവ്ഡ് ആണ് എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ സ്നേഹം ഏറ്റുവാങ്ങാനായിട്ട് അവരും ഡിസേർവ്ഡ് ആണ് എന്നുള്ള രീതിക്ക് വേണ്ടിയിട്ടാണ് അവർ ആ ഒരു ഹീലിംഗ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു വിശ്വാസത്തിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ മുന്നോട്ടേക്ക് ഓരോ സ്റ്റെപ്പുകളാണെന്നുണ്ടെങ്കിലും വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ വളരെയധികം ഇമോഷണലി നിങ്ങളിലേക്ക് ഈ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് കണക്ട് ആവുന്നുണ്ട്. തെറ്റുകളെല്ലാം പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെയാണ് എല്ലാ രീതിയിലും ഏറ്റു പറഞ്ഞുകൊണ്ടുള്ള ഒരു വരവിന് വേണ്ടിയിട്ട് ഇവർ ചിന്തിക്കുന്നത്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെലിബ്രേഷനും അതുപോലെ വെഡ്ഡിങ്ങും ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എല്ലാ രീതിക്കും ഇവിടെ വന്നിരിക്കുന്ന ഒരു കണക്ഷനിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് വീണ്ടും again ഒരു കമ്മിറ്റ്മെന്റ് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ വിവാഹത്തിലേക്കൊക്കെ പോകാൻ നിന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങളുമായിട്ട് ഒരു ലോങ് ടേം ആയിട്ടുള്ള ഒരു വെഡ്ഡിങ് അല്ലെങ്കിൽ ഒരു മാരേജ് ലൈഫ് ആഗ്രഹിച്ച് തന്നെയാണ് വരുന്നത്. അവർക്കത് വേണം. സെലിബ്രേഷൻ ആണെന്നുണ്ടെങ്കിലും സെയിം തന്നെ എനർജിയാണ്. ഇവിടെ നമുക്ക് റൊമാൻസ്, ടുഗദർ, സെലിബ്രേറ്റ്, വെഡ്ഡിങ് എല്ലാം ഒരേ എനർജിയാണ്. അപ്പൊ ഒരു നോർമലി ഒരു ലവേഴ്സ് എന്നുള്ള രീതിക്കല്ല,
ഇതൊരു റിലേഷൻഷിപ്പിൽ ഒരു ലോങ് ടേം ആയിട്ട് ഫ്യൂച്ചറിലേക്ക് നിങ്ങളെ ഇവരുടെ ലൈഫിൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. അപ്പൊ ആ ഒരു രീതിയിലുള്ള സെലിബ്രേഷൻ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇവർ വളരെ പെട്ടെന്ന് തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ആക്ഷൻ എടുക്കാനുള്ള ഒരു മെന്റാലിറ്റിയിലാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പൊ ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ഫീലിങ്സ് എടുക്കുമ്പോൾ കിട്ടുന്നതും. അതുപോലെ തേർഡ് പാർട്ടിയുമായിട്ടുള്ള കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ഈ ഒരു രീതിയിലാണ് എനർജി വന്നിരിക്കുന്നത്. അവർക്ക് അവരുടെ ആ ഒരു മനസ്സ് നിങ്ങളിലേക്ക് അടുക്കുന്നുണ്ട്. തേർഡ് പാർട്ടിയിൽ നിന്ന് അകന്നു പോകാനുള്ള ഒരു കാരണം തേർഡ് പാർട്ടിയുടെ പ്രവൃത്തി തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നതിൽ. ഓക്കെ, അപ്പൊ അത് നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സൈൻ തന്നെയാണ്. നിങ്ങൾ ഇത്രയും നാളും കാത്തിരുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്തത്, നിങ്ങളുടെ പ്രാർത്ഥനകളിലൂടെ ആ ഒരു കണ്ണുനീർ ഒഴുക്കി നിങ്ങൾ മുന്നോട്ടേക്ക് പോയതൊക്കെ ഈ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടായിരിക്കാം. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സന്റെ എനർജി ആയിട്ട് നിങ്ങൾക്ക് ഇതിനെ കണക്ട് ചെയ്യാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി റിമൂവലിനായിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ടാണെന്നുണ്ടെങ്കിലും പോസിറ്റീവായിട്ട് തന്നെ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് എത്ര പേർക്കാണ് റെസനേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് കമന്റ് ചെയ്ത് നിങ്ങളൊന്ന് അറിയിക്കുക. അപ്പൊ റീഡിംഗുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് കൂടെ നമുക്ക് ഈ ഒരു സമയത്ത് നോക്കാം. നിങ്ങളുടെ പേഴ്സൺ ആയിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിട്ടും ക്ലൂസും കൂടെ നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് നോക്കുക. ആയില്യം എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട്. ജൂലൈ മന്ത് സി എന്നൊരു ലെറ്റർ. അശ്വതി എന്നൊരു സ്റ്റാർ. അശ്വതി എഗെയിൻ വന്നിട്ടുണ്ട്. തൃശ്ശൂർ എന്നൊരു ഡിസ്ട്രിക്റ്റ്. കെ എന്നൊരു ലെറ്റർ. എസ് എന്നൊരു ലെറ്റർ. 7 എന്നൊരു നമ്പർ വന്നിട്ടുണ്ട്. നിങ്ങൾക്കത് ഡേറ്റ് ആയിട്ടും ഡേയ്സ് ആയിട്ടും എടുക്കാം. ട്രിവാൻഡ്രം. ടോറസ്. എസ് എന്നൊരു ലെറ്റർ അഗെയിൻ വന്നിട്ടുണ്ട്. മകൈരം എന്നൊരു സ്റ്റാർ. ആർ എന്നൊരു ലെറ്റർ. കാപ്രിക്കോൺ. വി എന്നൊരു ലെറ്റർ. തൃക്കേട്ട എന്നൊരു സ്റ്റാർ. 1990. ചോതി. എൻ എന്നൊരു ലെറ്റർ. ഏപ്രിൽ എന്നൊരു മന്ത്. ബാംഗ്ലൂർ എന്നൊരു ഡിസ്ട്രിക്റ്റ്. 38. വിർഗോ. വയനാട്. എസ് എന്നൊരു ലെറ്റർ അഗെയിൻ വന്നിട്ടുണ്ട്. കണ്ണൂർ. 22. യു എന്നൊരു ലെറ്റർ. പത്തനംതിട്ട ഡിസ്ട്രിക്റ്റ് വന്നിട്ടുണ്ട്. എൻ എന്നൊരു ലെറ്റർ അഗെയിൻ വന്നിട്ടുണ്ട്. ഓഗസ്റ്റ് മന്ത്. 1986. ചിത്തിര എന്നൊരു സ്റ്റാർ. ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് 35 എന്നൊരു നമ്പർ ആണ്. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ക്ലൂസ് ആയിട്ട് നമുക്കിവിടെ വന്നിരിക്കുന്നത്. ഈ ഒരു ക്ലൂസ് മാത്രമല്ല, ഇതിൽ വന്നിരിക്കുന്ന എനർജീസ്, സിറ്റുവേഷൻസ് എല്ലാം വെച്ച് നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കുക. റെസനേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ ക്ലെയിം ചെയ്യുക. അപ്പോൾ വീണ്ടും നാളെ നല്ലൊരു റീഡിംഗുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.